out tonight changes into something red. Her mother doesn't like that kind of dress. Everything she never had, she's showing off. Driving too fast, the moon is breaking through her hair. She's heading for something that she won't forget. Never know regrets is all that she really wants. Only getting older, baby. And I've been thinking about you lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. Chasing it tonight, doubts are running round her head. He's waiting, hides behind a cigarette. Heart is beating loud and she doesn't want it to stop. Moving too fast, moon is lighting up her skin. She's falling, doesn't even know it yet. Having no regrets, it's all that she really wants. Only getting older, baby. And I've been thinking about you lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. Going out tonight changes into something red. Her mother doesn't like that kind of dress. Reminds her of the missing piece of innocence she lost. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ. നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിംഗനമേകൂ. ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഓരോ വെൺമേഘം പോലെ നീ ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിരേന്തി നീ മൗനം പാടി. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ. നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിംഗനമേകൂ.
അവർ ഏറ്റെടുക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 13. സ്നേഹം സർവോത്കൃഷ്ടം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായും അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. എല്ലാവരോടും ഈശോയ്ക്ക് സ്തുതി. Fly me to the moon and let me play among the stars. Let me see what spring is like on Jupiter and Mars. In other words, hold my hand. In other words, darling, kiss me. Fill my heart with song and let me sing forevermore. You are all I long for, all I worship and adore. In other words, please be
a step, take a leap into the other side. You don't see, run away. Let your heart beat in time into the rhythm that you desire. Walk away. Head still high and dreams inside, and walk away. Run closer. Don't let it go, let it go. Run closer. Let it go, let it go. Walk away. Heavy but steady, slow from the tears that you don't show. Run away. Footsteps leading forth into a place unseen before. Walk away. Sar utha ke nazare mila ke chal paye. Say love is in the air. Say love is in the അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പേരിലാണ് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാതപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, മംഗലകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരുഷന്റെയും സ്ത്രീയുടെയും സെൽവിന്റെയും സെയിന്റെയും തെരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കുന്നവേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ടി പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിലും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ഷെൽവിൻ്റെയും സെയിന്റെയും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ
മരണം വരെ വിശ്വസ്തയോടെയും സന്തോഷത്തോടെയും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സെൽവിൻ്റെയും സെയിൻ്റെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സൗഹൃദപരമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ചനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമിയിൽ പ്രവർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും സെയിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സെയിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം അവളുടെ ആ ഒരു കൂട്ട ചിരിയുണ്ട്. വണ്ടി ഓട്ടോറിക്ഷയൊക്കെ സ്റ്റാർട്ടാക്കൂലേ, അതുപോലത്തെ ഒരു കൂട്ട ചിരിയുണ്ട്. അതാണ് ആദ്യം എനിക്ക് അവളുടെ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരേണ്ട കാര്യം. പിന്നെ ആൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. എപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചാലും ഏത് വിഷമഘട്ടത്തിലായാലും ആൾ വിളിച്ചാൽ
എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് അടിപൊളിയാക്കും, നമ്മളെ വൈബ് തന്നെ മാറ്റിക്കളയും. അതാണ് സെയിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവർക്ക് ആദ്യം മാട്രിമോണിയുടെ റിക്വസ്റ്റ് ഞാനായിരുന്നു അങ്ങോട്ട് അയച്ചത്. പക്ഷേ അവർ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവരിങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചത്. അപ്പോൾ ഞങ്ങളുടെ ജൂണിലായിരുന്നു ആ സമയം. അങ്ങനെ ജൂണിൽ രണ്ടുപേരും റിക്വസ്റ്റ് അയച്ചു. അങ്ങനെ അവളുടെ അപ്പൻ എന്നെ വിളിച്ചു. എന്നിട്ട് പിന്നെ നമ്പർ കൊടുത്തു. അവൾ ആദ്യം തന്നെ മെസ്സേജ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്കൊരു വൈബ് തോന്നിയിരുന്നു, നല്ലൊരു സംസാരത്തിലൊക്കെ. പിന്നെ പെണ്ണ് കാണാൻ പോയി. പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ തുടങ്ങി. ഏതാണ്ട് ഒരു 6 ഒക്ടോബറൊക്കെ ആയപ്പോഴാണ് ഉറപ്പിക്കൽ നടന്നത്. ഉറപ്പിക്കലിലും ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് പോലും ഉണ്ടായില്ല. നാട്ടിൽ വെച്ചായിരുന്നു ഉറപ്പിക്കൽ. പപ്പയും മമ്മിയും വന്നു, അവളുടെ പപ്പയും മമ്മിയും ഇവിടെ വന്നു. അവൾ കാനഡയിൽ നിന്ന് വരാൻ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ കാണാണ്ടാണ് ഉറപ്പിക്കൽ നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ കോളിലും ഇങ്ങനെ പിന്നെ കല്യാണം ഏപ്രിലാന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൗണ്ട് ഡൗണൊക്കെ ഇട്ട് തുടങ്ങി. ഞങ്ങൾ എല്ലാ ദിവസവും നോക്കും, എത്ര ദിവസം ബാക്കിയുണ്ട്, കാണാൻ എത്ര ദിവസം ബാക്കിയുണ്ട്, കല്യാണത്തിന് എത്ര ദിവസം ബാക്കിയുണ്ട്, അങ്ങനെയൊക്കെ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ ദിവസത്തി മാർച്ച് 25-ാം തീയതി അന്നായിരുന്നു. അത് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ അവൾ കാനഡയിൽ നിന്ന് ദുബായിലോട്ട് വരും, ഞാൻ കുവൈറ്റിൽ നിന്ന് ദുബായിലോട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് കാണും. എന്നിട്ട് ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റ് നാട്ടിലോട്ട് പോകും. അതായിരുന്നു നമ്മുടെ പ്ലാനിങ്. പക്ഷേ എന്തോന്നൊരു ഭാഗ്യം, അവളുടെ ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് തന്നെ എയർ കാനഡ ലേറ്റാക്കി, ഒരു മണിക്കൂർ ലേറ്റാക്കി. അപ്പം അവൾക്ക് മെസ്സേജ് വന്നു, അവൾക്ക് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് വേറെ ഫ്ലൈറ്റിലായിരിക്കും. പിന്നെ അത് മാറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ എമിറേറ്റ്സിന് മെസ്സേജ് ചെയ്തു. ഞാൻ എമിറേറ്റ്സിലായിരുന്നു ദുബായിൽ നിന്ന് നാട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ എമിറേറ്റ്സിന് മെസ്സേജ് ചെയ്തു. അങ്ങനെ അവർ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ ചേഞ്ച് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എയർപോർട്ടിലെത്തിയിട്ട് ബോർഡിങ് വെച്ച് ഞങ്ങൾ എന്നിട്ട് എയർപോർട്ടിലെത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അവൾക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ അവളോട് പറഞ്ഞിരുന്നത് ഞാൻ പോകേണ്ട ഫ്ലൈറ്റിൽ പോയി. അവളത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവളോട് പറയാണ്ട് ബാക്കിൽ നിന്ന് വന്ന് സർപ്രൈസ് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയം സന്തോഷത്തിലേക്ക് കേട്ടു. പക്ഷെ ഒരുമിച്ച് പോകുന്ന എൻ്റെ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പെനാൽറ്റി ഉണ്ട്, ഞാൻ പൈസ അടച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്നെ കയറ്റിയില്ല. അവളെ തിരിച്ച് നാട്ടിലേക്ക് നിന്നു. പക്ഷെ അവൾ പറഞ്ഞതായിരുന്നു എന്നില്ല, എൻ്റെ ഒപ്പം എന്നുള്ളതെന്നൊക്കെ. പക്ഷെ അവർ വെറുതെ സമ്മതിച്ചില്ല. കാരണം അവരുടെ ബാഗൊക്കെ ഓൾറെഡി ലോഡായിരുന്നു. അങ്ങനെ നാട്ടിൽ വെച്ച് എനിക്ക് പിറ്റേ ദിവസമാണ് പിന്നെ വീട്ടിൽ നാട്ടിലോട്ട് വരാൻ പറ്റും. ഞാൻ ഒരു 16 മണിക്കൂർ ദുബായ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം നാട്ടിൽ വെച്ച് കണ്ടു. പിന്നെ എല്ലാ ദിവസം മിക്ക ദിവസങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ശരിക്കും കണ്ടിട്ട് ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ. 3 ആഴ്ചയുള്ളൂ. മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസം കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയി, എല്ലായിടത്തും കറങ്ങാൻ പോയി, അടിപൊളിയായിട്ട് പോകുന്നു.
മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കുന്ന സമാധാനം നമ്മോടുകൂടി. അങ്ങയുടെ കൃപ കൊണ്ട് അറിയണമേ. വിവാഹത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥാവിനേക്കും. നമ്മുടെ കർത്താവായ Thank you.
നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊണ്ടുവരുവാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. കുറച്ചുകൂടി ആവശ്യത്തില്ല. ഞാൻ പഠിച്ച് ഒരു വിവാഹങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ് നമ്മുടെ രണ്ട് മക്കൾ ചെറുപ്പക്കാർ സഭാ മുമ്പാകെ അവരുടെ മനസ്സിൻ്റെ സമ്മതം വ്യക്തമാകും. നമുക്കറിയാം ഒരു കൂടാശയില്ല, അതൊരു ചലനമാണ്, ചെറിയ ചലനം വ്യക്തമാക്കി സമ്മതം പ്രകടമാക്കാൻ സഭ എടുക്കുന്ന ഒരു അവസരം. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച പരസ്പരം ഒന്നായിത്തീരുന്നു. അതിനുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങളാണ് ഇനിയുള്ള ദിവസം. അതിനെങ്ങനെ ചെയ്യണമെന്ന് മാത്രം പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സഭയിലെ സന്യാസ സമർപ്പിതരെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് സഭയെ സംബന്ധിച്ച് കാരണം ഞങ്ങളുടെ സഭയിൽ സന്യാസ പരിശീലകരായിരിക്കുന്ന സഹോദരങ്ങൾ സഭാവസ്ഥ സ്വീകരിക്കുവാൻ കൊടുക്കും. ആദ്യ വൃത്തത്തിലൂടെ തന്നെ സമർപ്പിക്കുക, നിത്യവൃത്തത്തിലൂടെ എന്നേക്കുമായിട്ട് സമർപ്പിക്കുക. പുറമേക്ക് പഠിക്കുന്ന ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും പഠിക്കുന്ന ചില സംസ്കാരങ്ങളിൽ പട്ടം കൊടുക്കുന്നത് മേഖലയാണ്. പട്ടം സ്വീകരിക്കുവാനൊക്കെ ഒരുങ്ങുന്ന ഏറ്റവും വിശുദ്ധമായ നാളുകളാണ് ഈ ഏപ്രിൽ മെയ് മാസം. അവരൊക്കെ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ജൂബിലി കോഴ്സുകൾ ആരംഭിക്കുന്നു. ഒത്തിരി പേര് കഴിഞ്ഞ സംബന്ധിച്ച് വർഷം താല്പര്യം 25 വർഷമായ സന്യാസ സമർപ്പണം നടത്തി അതിനൊരുക്കമായിട്ടുള്ള ഒരു മാസത്തെ കോഴ്സ് 25 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് കയറുകയാണ്. ഇനി ഫോൺ വിളിക്കാൻ പറ്റില്ല. വചനം വായിക്കുന്നു, ക്ലാസുകൾ കേൾക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങി തങ്ങളുടെ ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ സമർപ്പിക്കാൻ തയ്യാറെടുക്കും. ഇവിടെ ഒരാഴ്ച കുറച്ചുകൂടി കൂടുതൽ തീക്ഷ്ണതയോടെ വേണമെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. പണ്ട് കാലത്ത് 3 ആഴ്ച കഴിച്ചു വരാൻ വേണ്ടി 3 ആഴ്ച മുമ്പ് വിവാഹം വിഷയം മനസ്സിലാക്കണം. നമുക്ക് ആരും സമയമില്ല. ഭൗതികമായ കാര്യങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് സമയമുണ്ടല്ലേ? ഇതിൽ മാതാപിതാക്കൾ തിരിച്ചുണ്ടെങ്കിൽ അച്ഛനെ തിരുത്തണം. നമ്മൾ എവിടെയാണ് വെള്ളം ചേർക്കുന്നത് ചിന്തിക്കണം. നാളെ നിങ്ങൾ ജീവിതം ആരംഭിക്കുന്നു. മുന്നോട്ട് നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ നിങ്ങളെ ഒരുമിപ്പിച്ച ദൈവത്തെ ഇന്നലെ ഒരു പ്രധാനത്തിന് വെള്ളിയാഴ്ചയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഞായർ കഴിഞ്ഞു 3-ാമത്തെ ആഴ്ച ആരാധന മത്സരത്തിൽ 3-ാമത്തെ ആഴ്ചയിലേക്ക് സേവാഭാസത്തിൽ പ്രവേശിച്ചു. ഇന്നലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം വായിച്ചത് 21-ാമത്തെ പത്രോസിനെ യേശു അച്ഛന്മാരെ ദൗത്യം നിയമിക്കുന്ന ഭാഗമാണ്. പക്ഷെ 3 പ്രാവശ്യം പത്രോസിനെ ചോദിക്കുന്നു, നീ ഇവരൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുമ്പോൾ 3 വർഷം കൂടുതൽ മുമ്പ് നടന്നപ്പോൾ അവർ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ തെറ്റുകളും ചെയ്തു. 3 പ്രാവശ്യം അവരെ പ്രത്യേകതയോടെ തള്ളിപ്പറയുന്ന അവസ്ഥ മുൻപോടിയായിരുന്നു. വിചാരകരനായാലും പത്രോസ് ബലഹീനനാണ്. പക്ഷെ ആ ബലഹീനകരങ്ങളിൽ യേശു തിരുസഭയുടെ നയിക്കുവാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ഈശോ ടെസ്റ്റ് ചെയ്യുന്ന 3 ചോദ്യം ചോദിച്ചു. ഒരേ ചോദ്യം, നീ ഇവരെ
ഒരു പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം വായിച്ചു സാധിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം ഈ വചനങ്ങൾ വായിക്കാൻ ഞാൻ സ്നേഹത്തിന് പ്രത്യേകത ദൈവക്ഷേമം ശാന്തതയുടെ സമാധാനവും അലങ്കരിക്കുന്നില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ മൂലഭാവങ്ങളിൽ നിന്ന് ഒരു മോചനം വിടുതലാണെങ്കിൽ ഒരുപക്ഷെ ഈ വചനഭാഗം നിരന്തരം വായിച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ചോദിച്ചാൽ തരുന്നവനാണ് നമ്മുടെ കണ്ണിയുടെ കഥാവ്. പറഞ്ഞു വരുന്നത് സ്നേഹം എല്ലാത്തിലും ശൈലും സൈനേക്കാളുപരി ദൈവത്തെ സൈനിക്കും, ശൈലിനേക്കാളുപരി ദൈവത്തെ സൈനിക്കും. ദൈവത്തിനായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നത്. പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ പിതാവിനെ സ്നേഹിച്ചു. അവർ സ്നേഹത്തിൽ പരസ്പരമായ ഈശോയുടെ കൽപ്പന 12-ാമത്തെ ദിവസത്തിൽ 15-ാമത്തെ ശേഷം വായിച്ചു കേട്ടു. ഞാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ഈ വചനം വായിക്കുക, വായിക്കാൻ വ്യക്തിപരമായ ആത്മീയ സമയം കണ്ടെത്തുക. അങ്ങനെ ഒരു ആത്മീയമായ ഒരുക്കമാണ് ഈ ഒരാഴ്ച നിങ്ങൾ നടത്തേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കിക്കൊള്ളു. പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാനുള്ള ചിത്രമാണ് തിരുവനന്തപുരത്തെ ചിത്രം. കാരണം നിങ്ങൾ വിവാഹത്തിന്റെ കൂതാശയുടെ കുടുംബജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ അച്ഛനാകുന്ന പോലെ ഒരു സന്യാസ സമർപ്പണം ചെയ്യുന്ന സിസ്റ്ററാകുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ വെളിയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ വലിയ പഠിച്ച കോഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വ്യക്തമാക്കില്ല. വിവാഹ കൂതാശയുടെ ലക്ഷ്യവും സവിശേഷതകളും ഒക്കെ മനസ്സിലാക്കി പരസ്പര സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ മാത്രമേ വിശ്വാസത്തിൽ വളർത്തുകയാണ് വിവാഹ കൂതാശയുടെ ലക്ഷ്യം. പരസ്പരം ഏർപ്പെടുത്താനാകാത്ത ഭാഷ ഒരുമിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും സമയമുണ്ട്. പ്രാർത്ഥിച്ചാലോചിച്ച് തീരുമാനമെടുക്കും. ഇവിടെ നിങ്ങൾ സ്വതന്ത്രമായ മനസ്സോടെ ശെൽവിനും സെയിനും തങ്ങളുടെ സമ്മതം ഈ സമൂഹത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഈ ദേവാലയത്തിൽ വെച്ച് പ്രകടമാക്കുന്നു. നമുക്ക് ഈ ഒന്നുചേർന്ന് തുടർന്ന് വരുന്ന പ്രാർത്ഥനയിൽ ഈ വിവാഹാർത്ഥികൾക്ക് വേണ്ടി ഇവരെടുക്കുന്ന തീരുമാനം അത് പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കുടുംബത്തിൽ നയിക്കാൻ ഇവർ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഓർമ്മയെടുത്ത് കുടുംബത്തിൽ പോകണം എന്നുള്ളത്. കാരണം നമുക്കറിയാം അവിടെ ആരും ആരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ ഒപ്പിപ്പിക്കാനോ ഒന്നും ചെയ്തു പോയി. അവർ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ ജീവിതം നയിച്ചു. പരിശുദ്ധമേ അവസരവും ഈശോയ്ക്ക് ഞാൻ ദൈവപുത്രൻ നടന്ന നീതി കേൾക്കുന്നത് മാതാപിതാക്കളെ പഠിപ്പിക്കുമായിരുന്നു. മാതാപിതാക്കൾ തിരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു നിങ്ങൾക്കറിയാം ഈ ശല്യം വരെ രണ്ട് വ്യത്യസ്തമായ കുടുംബ സാഹചര്യങ്ങൾ രണ്ടുപേർ ഒന്നാണ് വിവാഹം ഉദാസീന കുടുംബ ജീവിതത്തിലേക്ക് ഒന്നായി തീരണം പോലെ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഒത്തിരിയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശല്യം ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്, ഫ്രെയിമുണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ഈ പത്രോസിനുണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ ഈ ശിവരാശ സമൂഹത്തിനുണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാരുണ്ടായിരുന്ന പോലെ ബലഹീനതകളും കുറവുകളും ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ആദ്യകാലങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ടുള്ളൂ. പിന്നീട് പോകുമ്പോഴും അവസാനം വരെ ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തിനായതുകൊണ്ട് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ സർക്കാരിലെ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം മറ്റെന്തിനേക്കാൾ നിങ്ങൾ കൊടുത്താൽ വില പിടിച്ചത് നിങ്ങൾ കിട്ടും. ശരീരം ശരീരം ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഇനിയുള്ള നാളുകൾ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ സാധിക്കുന്നില്ല. ഞാൻ പറയും എല്ലാ ദിവസവും വിശുദ്ധപൂർവ്വമായി പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിൻ്റെ അഭിഷേകം വേണ്ടി. കാരണം വലിയൊരു പ്രകാശം ഈ ചെറുപ്പക്കാരെ സ്വയം നല്ല എൻ്റെ വിളിക്ക് അനുസരിച്ച് പുസ്തകങ്ങൾ നല്ലൊരു നല്ല ശരീരം ശരീരം
സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ളത് ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ശരി. വിശുദ്ധായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്വയം ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. വിശുദ്ധായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഷെൽവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുമോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാകുക. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉറപ്പുണ്ടെന്ന് മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂടാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശ്വരാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാൻ വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി പുരുഷനാണ് വരിച്ച ഈശ്വരനെ പോലെ ഇവരുടെ സ്നേഹത്തെ പ്രതി ത്യാഗം നിലനിൽക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാനും വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാപരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരിലേക്കാനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനുമായി അംഗീകാര പരിപാലനങ്ങൾ വാങ്ങിച്ചതു സ്നേഹത്തിൽ പ്രവർത്തനമേ അങ്ങനെ വിവാഹമായി ഇവരെ പരിപാലിക്കണമേ. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. മാനസികവും ശാരീരികമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്നവരെയും ദൈവമാശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുൽക്കൊടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പുൽക്കൊടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ
തണൽക്കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിൽ അരികിൽ ചേർന്നണയാൻ ഇരുമനസ്സും കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരിയിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ ആളുവാൻ
എനിക്ക് ആ ഒരു ദിവസം കൂടെ ചാറ്റ് കൊണ്ടാണ് ഭയങ്കരമായിട്ട് മനസ്സിലായി. ആൻഡ് അതുപോലെ നമ്മുടെ ഷെൽവി ചേട്ടൻ എന്താ പറയുക, നല്ലൊരു കമ്പാനിയൻഷിപ്പ് ഉള്ള ഒരു പാർട്ട്ണറിനെ കിട്ടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സെയിൻചേച്ചിയുടെ ഏറ്റവും വലിയ മോസ്റ്റ് പവർഫുൾ ഗിഫ്റ്റ്. സോ സെയിൻചേച്ചി ആൻഡ് ഷെൽവി ചേട്ടൻ, എന്താണ് നിങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഒരുപാട് പേര് ഇവിടെ പ്രസന്റ് ആണ്, ഈ ഒരു മൊമെന്റിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞങ്ങൾ കുറേ നാൾ ആഗ്രഹിച്ചു തന്ന ഒരു മുഹൂർത്തമാണത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവർക്കും താങ്ക് യു ഇവിടെ പറഞ്ഞതിന്. ഞങ്ങൾ ശരി പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. ഫൈനലി ആ ഡേ വന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, നല്ലൊരു കൈഡി കൊടുത്തിട്ടുള്ള ഇന്ന് ആഘോഷത്തിന് അതുപോലെ തന്നെ കൈഡിക്കുന്ന ഒരു കുറവും വേണ്ട. ആൻഡ് ബിഫോർ ദാറ്റ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. നമുക്കൊരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുത്ത് പരിചയപ്പെടുത്തേണ്ട രണ്ട് വ്യക്തികളല്ല അവർ. ബട്ട് ഈ ഒരു മൊമെന്റ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ആൻഡ് നമ്മുടെ ഷെൽവി ചേട്ടൻ ഇപ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇൻ കുവൈറ്റ്. ആൻഡ് നമ്മുടെ ബ്രാൻഡ് സെയിൻചേച്ചി പ്രൊജക്ട് മാനേജറാണ് കാനഡയിൽ. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മുടെ സെറമണീസിലേക്ക് ഒക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ കുറേ നാളത്തെ ഒരു എന്താ പറയുക ഒരു വെയിറ്റിന് ശേഷം ഫൈനലി യു റീച്ച് ദ ഡേ ദാറ്റ് യു മോസ്റ്റ് വെയിറ്റ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ കടന്നു വരും. ബട്ട് സെയിൻചേച്ചിയോടാണ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഷെൽവി ചേട്ടനെ ചൂസ് ചെയ്യാൻ കാരണം? ഷെൽവി ചേട്ടൻ ഒരു പിക്കിലാക്കി ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? Shelby എന്ന് പറയുന്നത് everything that I prayed for. I'm beyond blessed to get him. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു അടിപൊളി പാർട്ട്ണറാണ് ചേട്ടൻ. സൂപ്പറാണ്. In short, I'm very happy to get him and I can't wait to spend the rest of my life with him. Thank you. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. താങ്ക്സ്. നമ്മൾ അവർ അധികം പാനിക് ആക്കുന്നില്ല. ആൻഡ് മോറുക ഇവിടെ ഒരു സർപ്രൈസ് ആക്ച്വലി സെയിൻചേച്ചിക്ക് വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബേബി ഇതെല്ലാം അറിഞ്ഞു കാണും. ബട്ട് എനി ഗെസ്? ഇല്ല, ചെറിയൊരു ട്രെയിനിങ് എക്സ്ചേഞ്ച് ഇവിടെ നടക്കാൻ പോവുക. ആൻഡ് നമ്മുടെ ഷെൽവി ചേട്ടൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഷെൽവി ചേട്ടൻ ആ സർപ്രൈസ് നമുക്ക് കൊടുച്ചോ. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. Let's moving on to the ceremonies. And before that, നമ്മുടെ ഈ ഒരു ഡ്രീം ഇൻകംപ്ലീറ്റ് ആണ്. സോ കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പാരൻസും അതുപോലെ തന്നെ സിബ്ലിങ്സും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ്ലി നമുക്ക് അവരുടെ പാരൻസിനെയും അതുപോലെ തന്നെ സിബ്ലിങ്സിനെയും സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഷൈനി ചേട്ടൻ പാരൻസിനെ സ്വാഗതം ചെയ്യാം. ഫാദർ വർഗീസ് ആൻഡ് ഷൈനി, പ്ലീസ് ബി ഓൺ ദ ഡാൻസ്. നല്ലൊരു കൈ കൊടുക്കാട്ടോ അവർക്ക് എല്ലാവർക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഫീലേഴ്സ് ആയിട്ടുള്ളത് ഇറ്റ്സ് നൺ ഓഫ് ദ അവരുടെ പാരൻസ് ആണ്. Please be on the dance. मेरा यार मेरी दौलत, मेरा यार ही तबाही, मेरा प्यार दोनों के हक में देता है गवाही. मेरा यार मेरी शोहरत, मेरा यार ही रसवाई, मेरा प्यार दोनों के हक में देता है गवाही. ओ एक ही जन्म में, एक ही जन्म में दे दी सातों खुशियाँ. रब्बा मेरे मैं तगड़ खा के मर जावा. ओ मेरी हीरे वे तू जुग जुग जीवे रे, निरा जड़ नाल तू लेना इश्क तो खैरे वे. ओ मेरी हीरे वे तू जुग जुग जीवे रे, निरा जड़ नाल तू लेना इश्क तो खैरे वे.
love will be like good wine, grows stronger as it grows older. കാലം കൂടുന്തോറും അവരുടെ സ്നേഹം വീതി തരുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് let's moving on to the one tossing ceremony. സുചേട്ടാ ചേച്ചി just please come forward and നമ്മുടെ വൈൻ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെയിം ചേച്ചിയുടെയും അതുപോലെ തന്നെ ഷമി ചേട്ടന്റെയും അമ്മമാരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ വൈൻ എടുത്തു കൊടുക്കുക ആൻഡ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. तू ही है मेरी हर खुशी ओ साथिया, हर जगह चेहरा तेरा ख्वाबों में है जा मिला, कल रात के जज्बातों में मेरे माहिया। बहका मैं बहका मैं बहका जानिया, छड़ के तू जावेगी किथे माहिया। बहका मैं बहका जानिया, छड़ के तू जावेगी किथे माहिया। दिल ये कहता है कि तुमसे प्यार है, तुमसे मिलने को दिल बेकरार है। दिल ये कहता है कि पहला प्यार है, तुमसे मिलने को दिल बेकरार है। तड़पता दिल ये है रोज मेरा, तुमको किसी और से ज्यादा चाहा। कुछ तो नाराजगी है ये दिल की आवारगी, सपनों में हार गया जग सारा। मेरा जग तेरा है, तुमसे आ जुड़ा, तुझसे ही गुजरे है दिल का रास्ता। दिल ये आवारा क्यों भटका जा रहा, दिल ये बेचारा जो तुमसे जा मिला। दिल ये कहता है कि तुमसे प्यार है, तुमसे मिलने को दिल बेकरार
ओ सजना तेरे बिना बेसुआदी रतियां ओ सजना हो रुखी रे वो रुखी रे कांटू रे काटे कटे ना तेरे बिना बेसुआदी रतियां ओ सजना तेरे बिना बेसुआदी रतियां ओ सजना हो Gagadisa, sa gagadisa, sariga riga ma ma gagadisa, sa diri da pada ma ya ga ma pada ma ga ma riga ba ba da diri sa ni sa ba ma ga ba ba da diri sa ni sa ba ma ga ma ba da ni da ba ma ma ga ma जा चाकरी के मारे ना जा सौतन पुकारे सवल आएगा तो पूछेगा ना जा रे फीकी बेसुआदी ये रतियां काटू रे कटे ना अब तेरे बिना सजना काटे ना तेरे बिना बेसुआदी रतियां वो सजना हो
റൊമാൻറ്റിക് ആയിട്ടുള്ളത്? സെയിം ചേച്ചിയാണോ ഷിവൻ ചേട്ടനാണോ? ഓക്കെ, അപ്പൊ സെയിം ചേച്ചിയാണ്. അപ്പൊ കയ്യിൽ കൊടുക്കാൻ രണ്ടുപേരും ഒരേ കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ളത്, വഴക്കിട്ടാൽ ആരാണ് ആദ്യം കൺവിൻസ് ചെയ്യുക? സെയിം ചേച്ചിയാണോ ഷിവൻ ചേട്ടനാണോ? ഓ, എനിവേ ഓക്കെ, അടുത്തത് കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, ഷോപ്പിംഗ് മാനിയ കൂടുതൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുള്ളവരെ ഇല്ലാത്തവരൊക്കെ കയറി ചിലവാകും? ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് ഫുൾ സെയിം ചേച്ചിയുടെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, ഏറ്റവും ഈ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ലിസണിങ് മെന്റാലിറ്റി. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടിൽ പേര് ആർക്കായിരിക്കും കൂടുതൽ ലിസണിങ്? ഓക്കെ, അപ്പൊ നല്ലൊരു ഗുണമുണ്ട്. Who's that? I love you first. ചേട്ടനാണോ? ഓക്കെ, അപ്പൊ അത് നല്ലൊരു കൈഡി കൊടുക്കാണ് എല്ലാവരും. നിങ്ങളുടെ ഓഡിയൻസ് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് കുറച്ച് ടഫായിരിക്കും. ഐ തിങ്ക് സോ. Who is a better dancer? Okay, of course, ഇവിടെ പ്രൂവ് ചെയ്തു. And who talks more? ഏറ്റവും കൂടുതൽ വർത്താനം ചെയ്യാനാണ്? അയ്യോ, കണ്ടു. Who talks more? ഏറ്റവും കൂടുതൽ ടോക്ക് ചെയ്യുക. അപ്പൊ നോക്കിയാലും വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, ഫൈൻ. Then who is more funnier? എനിക്ക് തോന്നുന്നു ഇതുവരെ എല്ലാം കറക്റ്റ് ആണ് ഇവർ പറഞ്ഞത്. Who is more funnier? ഓക്കെ, സി ചേച്ചിക്ക് ഒരു ആവറേജ്. ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് വൺ, എന്താ പറയാ, ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരായിരിക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ, മോസ്റ്റ് പ്രോബബ്ലി എല്ലാം സെയിം ചേച്ചിക്ക് തന്നെയാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മുടെ ഗെയിം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. സോ നല്ലൊരു കൈ കൊടുക്കാം മോസ്റ്റ് ബ്യൂട്ടിഫുൾ കപ്പിൾസ്. ആൻഡ് വൺസ് അഗൈൻ വി വിഷ് യു എ വെരി ഹാപ്പി മാരേജ് ലൈഫ് ടു സെയിം ചേച്ചി ആൻഡ് ഷെഫി ചേട്ടാ. എനിക്ക് തോന്നുന്നു ഫ്രം ദ ബിഗിനിങ് ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് ഇത്രയും വൈബ്രന്റ് ആയിട്ട് സാധാരണ എല്ലാ മണവാളന്മാർക്കും മണവാട്ടിമാർക്കും പൊതുവെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും അവരുടെ ഒരു ഫസ്റ്റ് ഇവന്റിൽ. ബട്ട് ദേ ആർ വെരി കൂൾ. വളരെ എൻചാന്റിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് മോസ്റ്റ് എനർജറ്റിക് കപ്പിൾസ് ആണ്.
മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള് ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്നു ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള അന്ന് തൊട്ടേ ഉള്ളാകെ വമ്പു കട്ടണ പെണ്ണിവള ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കണ്ണിവള വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള പാതിരാവിൻ പാതിലെന്നും ചാരിടുന്നോള് പാതിയായി എന്നും എന്നിൽ പൊട്ടിടുന്നോള് അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना ओ जालिमा ओ जालिमा जो तेरे इश्क में बहका पहले से ही क्या उसे बहकाना ओ जालिमा ओ जालिमा जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना ओ जालिमा ओ जालिमा जो तेरे इश्क में बहका पहले से ही क्या उसे बहकाना ओ जालिमा ओ जालिमा आंखें मरहबा बातें मरहबा मैं 100 मर्तबा दीवाना हुआ मेरा ना रहा जब से दिल मेरा तेरे हुस्न का निशाना हुआ जिसकी हर धड़कन तू हो ऐसे दिल को क्या धड़काना ओ जालिमा ओ जालिमा जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना ओ जालिमा ओ जालिमा ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വാഴണമേ. ഈ സ്നേഹാഗ്നി കൂടെയുള്ള ദിവികാലിന്റെ സ്വീകരണത്തിൽ അധികം ഉജ്ജ്വലിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും.
ഓ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിന് വീഴാനിടയായാൽ ഓ ദിവ്യഹൃദയമേ, അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ. ജീവിതാന്തത്തിൽ അന്ത്യവേർപാടിന്റെ മണിനാദം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്താൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ കൽപ്പന സമയത്തെ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഈ കുടുംബാംഗങ്ങളെല്ലാവരും മോക്ഷത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും ദിവ്യകാരുണ്യത്തെയും പാടി സ്തുതിക്കുന്ന ഒരു ദിവസം ആഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യോസേപ്പും ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ മേലെ കൃപയുണ്ടാകണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.